1587 അമേരിക്കയിലെ ഒരു ദ്വീപിൽ റൊണോക്ക് കോളനി എന്ന ഒരു കോളനി ഉണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൽ നിന്നും കുടിയേറ്റപ്പെട്ട കുറച്ച് ആളുകളായിരുന്നു അവിടെ താമസിച്ച് വന്നിരുന്നത്. ജോൺ വൈറ്റ് എന്ന വ്യക്തിയായിരുന്നു ആ ഒരു കോളനിയുടെ നേതാവ്. വളരെയധികം സന്തോഷത്തോടെ അവർ അവിടെ താമസിച്ച് വരവേ അവർക്ക് വലിയൊരു പ്രശ്നം നേരിടേണ്ടതായി വന്നു. അത് മറ്റൊന്നുമായിരുന്നില്ല, അവിടുത്തെ ഭക്ഷണങ്ങൾ കുറയാൻ തുടങ്ങി. ഗ്രൂപ്പിൻ്റെ നേതാവായിരുന്ന ജോൺ വൈറ്റ് ഇദ്ദേഹം ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഇംഗ്ലണ്ടിലേക്ക് പോവുകയാണ്, ഭക്ഷണവും സഹായവുമായി ഞാൻ തിരിച്ചു വരും. എല്ലാവരും അത് വിശ്വസിച്ചു. അദ്ദേഹം അവിടെ നിന്നും പോയി. ദിവസങ്ങൾ കടന്നു, മാസങ്ങൾ കടന്നു, വർഷങ്ങൾ കടന്നുപോയി. 3 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും തിരിച്ചു വന്നു. പക്ഷേ അവിടെ എത്തിയപ്പോൾ ഒന്നും ശരിയായി തോന്നിയില്ല. അവിടെ വളരെ നിശബ്ദമായിരുന്നു. അദ്ദേഹം ഗ്രാമത്തിലൂടെ നടന്നു. വീടുകളെല്ലാം അവിടെ തന്നെ ഉണ്ടായിരുന്നു, വാതിലുകൾ തുറന്ന നിലയിൽ, സാധനങ്ങളെല്ലാം അതേപടി. ഒരാളും അവിടെയില്ല, ഒരാൾ പോലും. അദ്ദേഹം ഭയത്തോടെ ചുറ്റും നോക്കി. അപ്പോൾ ഒരു മരത്തിൽ കൊത്തിയിട്ട ഒരു വാക്ക് കണ്ടു: ക്രോട്ടോൺ. അതിൻ്റെ അർത്ഥം എന്താണ്? അതൊരു സൂചനയാണോ, അല്ലെങ്കിൽ അവസാന സന്ദേശമാണോ? അദ്ദേഹം ചിന്തിച്ചു. കൊള്ളയടിക്കപ്പെട്ടതിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സംഘർഷം നടന്നതിൻ്റെതായ യാതൊരു സൂചനകളും അദ്ദേഹത്തിന് അവിടെ കണ്ടെത്താനായില്ല. ക്രോട്ടോൺ എന്ന ഒരൊറ്റ വാക്ക് അവശേഷിപ്പിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു മുഴുവൻ കോളനിയും കാണാതായത്? ഇന്നും ചരിത്രത്തിൽ അത് വലിയൊരു നിഗൂഢതയായി തുടരുകയാണ്.